1 തിമോത്തിയോസ് 6 അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിന്റെയും പന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂന്യമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. ഓർമ്മിക്കുക, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഓർമ്മത്തിരുനാൾ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ വിശുദ്ധന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ഒന്ന് ആത്മപരിശോധന നടത്താം. ഇഗ്നേഷ്യസിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പാംഫലോണയിൽ യുദ്ധത്തിൽ വെടിയുണ്ട തറച്ച് 2 കാലുകൾക്കും മുറിവേറ്റു. അതിനെ തുടർന്ന് ദീർഘനാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അവിടെയായിരുന്ന സമയത്ത് അദ്ദേഹം യേശുവിന്റെയും വിശുദ്ധരുടെയും ജീവചരിത്രങ്ങൾ വായിക്കുവാനിടയായി. അതിലൂടെ തന്നിലേക്ക് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി. അവന് ഒരു പുണ്യവാനും അവൾക്കൊരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ? ഈ ചിന്ത മനസ്സിൽ ധ്യാനിച്ചു നടക്കുമ്പോൾ ഒരിക്കൽ ദൈവമാതാ സ്വരൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സേവനത്തിന് മറിയത്തിന്റെ സംരക്ഷണയിൽ തന്നെ തന്നെ ഒഴിഞ്ഞുവെച്ചു. ഉടൻ തന്നെ ഇഗ്നേഷ്യസ് മോൺസെറാറ്റ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി കുറെ നാൾ താമസിച്ചു. അവിടെ നിന്നും അടുത്തുള്ള മൺറേസായിലേക്ക് താമസം മാറ്റി. അവിടെയൊരു ഡൊമിനിക്കൻ ആശ്രമവും ഒരാശുപത്രിയും ഉണ്ടായിരുന്നു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉപവാസവുമായി അവിടെ 1 വർഷം താമസിച്ചു. അവിടെ വെച്ചാണ് ആധ്യാത്മിക അഭ്യാസങ്ങൾ എന്ന ഗ്രന്ഥം എഴുതിയത്. അടുത്ത 11 വർഷം പല സർവകലാശാലകളിലും താമസിച്ചു പഠിച്ചു. 2 പ്രാവശ്യം അദ്ദേഹത്തെ പാഷണ്ടി എന്ന് സംശയിച്ച് ജയിലിൽ അടച്ചു. 1534 33 വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവ്യറും ഉൾപ്പെടെ 7 പേർ ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും ജീവിക്കാൻ വ്രതമെടുത്തു. മാത്രമല്ല, മാർപ്പാപ്പ നിയോഗിക്കുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യാനും അവർ നിശ്ചയിച്ചു. 1538 തങ്ങളുടെ സഭയ്ക്ക് മാർപ്പാപ്പ അംഗീകാരം കൊടുത്തു. അദ്ദേഹം 1556 ജൂലൈ മാസം 31 തീയതി തന്റെ ജോലികൾ പൂർത്തിയാക്കി നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടപ്പോൾ 100 ഭവനങ്ങളും 1000 അംഗങ്ങളും ഉണ്ടായിരുന്നു. 1622 മാർച്ച് 12 തീയതി അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്കും 1922 അദ്ദേഹത്തെ ആധ്യാത്മിക അഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി പിയൂസ് 9 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത ഈ പോരാളി പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് വിശുദ്ധ പദവിയിലേക്ക് എത്തിയതുപോലെ നമുക്കും ആ വിശുദ്ധന്റെ പാതകൾ പിൻചെല്ലുവാൻ വേണ്ട കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെ ഉള്ളപ്പോ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോ. കഷ്ടവും വ്യാധിയും എൻ മുന്നിൽ വന്നാലും വിശ്വാസത്തിൽ നിന്നും പിന്മാറുകയില്ല ഞാൻ. വിശ്വാസത്തിൽ നിന്നും പിന്മാറുകില്ല ഞാൻ.
എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. ശത്രുക്കളെന്നെ പകച്ചെന്നാലും മിത്രങ്ങളെന്നെ വെറുത്തെന്നാലും എന്നെ വിടുവിപ്പാൻ എന്നെ നടത്തുവാൻ വിശ്വാസനായകനൻ കൂടെയുണ്ടല്ലോ. എന്നെ വിടുവിപ്പാൻ എന്നെ നടത്തുവാൻ വിശ്വാസനായകനൻ കൂടെയുണ്ടല്ലോ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. പരിഹാസം പ്രതികൂലം വന്നാലും നഷ്ടങ്ങളൊന്നെന്നിൽ ഏറി വന്നാലും പട്ടിണി പരിഹാസം പ്രതികൂലം വന്നാലും നഷ്ടങ്ങളൊന്നെന്നിൽ ഏറി വന്നാലും വിശ്വാസത്താൽ ഞാൻ അന്ത്യം വരെ നിന്നിടും, ശക്തനായി തീർത്തിടും എന്റെ ദൈവം. വിശ്വാസത്താൽ ഞാൻ അന്ത്യം വരെ നിന്നിടും, ശക്തനായി തീർത്തിടും എന്റെ ദൈവം. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. മരണത്തിൻ ഭീതി എന്നെ പിന്തുടർന്നാലും ദേഹം ക്ഷയിച്ചങ്ങു പോയെന്നാലും പതറില്ല ഞാനെൻ വിശ്വാസയാത്രയിൽ എൻ ദൈവം എന്നാളും കൂടെയുള്ളതാൻ. പതറില്ല ഞാനെൻ വിശ്വാസയാത്രയിൽ എൻ ദൈവം എന്നാളും കൂടെയുള്ളതാൻ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. കഷ്ടവും വ്യാധിയും എൻ മുന്നിൽ വന്നാലും വിശ്വാസത്തിൽ നിന്നും പിന്മാറുകില്ല ഞാൻ. കഷ്ടവും വ്യാധിയും എൻ മുന്നിൽ വന്നാലും വിശ്വാസത്തിൽ നിന്നും പിന്മാറുകില്ല ഞാൻ.
എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ. എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല ഞാൻ, കർത്താവാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ.